ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇതിനെതിരെ പ്രതികരണം ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് നേതൃത്വത്തിൽ ശക്തമായ സമരം. ഞാൻ ഇന്ന് ഒന്ന് അന്വേഷിച്ചു. പലരും പറയുകയാണ് ഇവിടെ സമരമില്ല. ഞാനിപ്പം അവിടുത്തെ സ്പോക്സ് പേഴ്സൺ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹം ദിവസവും ചാനലിൽ പോയി ഇതിനെതിരെ പ്രതികരിക്കുന്നു. 50 സമരമെങ്കിലും ഛത്തീസ്ഗഡിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളത്. ദിവസവും സമരമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഛത്തീസ്ഗഡിലും ഇന്ത്യ ഒട്ടുക്കും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. കേരളത്തിലൊരു നയവും ഛത്തീസ്ഗഡിലൊരു നയവും ഞങ്ങൾക്കില്ല. ഇവിടെ കണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇതിപ്പോൾ നിങ്ങൾ 12 മണിക്ക് ശേഷം കന്യാസ്ത്രീകളെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ കാണാൻ വന്ന് ഞാൻ ഇന്നലെ ഇവർക്ക് വേണ്ടി എൻ്റെ ആലുവ നിയോജകമണ്ഡലത്തിൽ ഉപവാസം വെച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ആഗ്രഹം ജാമ്യം കിട്ടണം. കോടതി അതിനകത്ത് നീതിപൂർവ്വം അതിനകത്ത് ഇടപെടും, ജാമ്യം കിട്ടുന്നതിന്. പക്ഷേ ജാമ്യം കിട്ടിയാൽ മാത്രം പോരാ. ഇവിടുത്തെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന കള്ളക്കേസ് നമുക്കറിയാം, മനുഷ്യക്കടത്ത്, മതപരിവർത്തനം, ഈ കള്ളക്കേസ് അതൊന്നും അവരെ മുക്തരാക്കണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. കാരണം ഭരണഘടന വിരുദ്ധമായി തന്നെയാണ് നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്ത് ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കേസ് തന്നെ ഇവരൊന്ന് മാറ്റി അവർ ആ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കേരള സമൂഹം, ഈ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളും എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ പരിശ്രമം അത് ഫലം കണ്ടിട്ടുണ്ട്. ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. ഞങ്ങൾ കൂടെ ഉണ്ടാവും, ഞങ്ങളെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് എല്ലാ വെല്ലുവിളിയും നേരിട്ടാണ്. ഇത്രയും ദിവസത്തെ ഒരു പ്രതിരോധവും വെല്ലുവിളിയും നിങ്ങളെല്ലാം കണ്ടതാണ്. അതെല്ലാം നേരിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു വിജയമാണ്. സന്തോഷം. എല്ലാവരുടെ സഹകരണത്തിന് നന്ദി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തിന് നന്ദി. പ്രാർത്ഥിച്ചവർക്ക് നന്ദി. എല്ലാവർക്കും നന്ദി. എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് നന്ദി. പോലീസുകാർക്ക് നന്ദി. എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയുന്നു. എല്ലാവരും ആഗ്രഹിച്ച, കാരണം നമ്മളെല്ലാവരും ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തുനിന്നത്. കാരണം ഇവരുടെയൊക്കെ വിഷമം ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.